നമ്മുടെ കുട്ടികളൊക്കെ മത്സര പരീക്ഷയിലൊക്കെ നല്ല ഉന്നത വിജയം നേടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇമോഷണൽ ബാലൻസ് എന്നുള്ളത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രം പോരാ, ദുഃഖവും സങ്കടവും സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കണം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ബുദ്ധിയുടെ ശരിയായ വികാസത്തിനും പരിണാമത്തിനും ഒക്കെ ഇത് അനുഭവിക്കൽ അത്യന്താപേക്ഷിതമാണ് എന്നാണ് ശാസ്ത്രം ഇപ്പോൾ പറയുന്നത്. സങ്കടം വരുമ്പോൾ ഒരുപാട് ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടും, സന്തോഷം വരുമ്പോൾ ഒരുപാട് ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടും. എന്നാൽ നിരന്തരം സങ്കടമോ നിരന്തരം സന്തോഷമോ മാത്രം ഒരാളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് സത്യവും തെറ്റും ഒക്കെ വേർതിരിച്ച് എറിയാനുള്ള കഴിവും പ്രതികൂല സാഹചര്യങ്ങളുമായി ഒക്കെ പൊരുത്തപ്പെടാനുള്ള കഴിവും ഒക്കെ ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ മത്സരത്തിലൊക്കെ വിജയിച്ച് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് സന്തോഷിക്കാൻ മാത്രമല്ല, ഇടയ്ക്ക് സങ്കടപ്പെടാനും ദേഷ്യപ്പെടാനും അതുപോലെ സ്ട്രെസ് അനുഭവിക്കാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ് പരമാർത്ഥം.